നമുക്കൊപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട അതിഥി ചേരുന്നുണ്ട്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറാണ് തത്സമയം നമുക്കൊപ്പം ഹലോ മലയാളത്തിൽ ചേരുന്നത്. ശ്രീ ഗിരീഷ് കുമാർ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സേതു. ആദ്യം തന്നെ പൂരാശംസകൾ നേരുകയാണ്. തിരിച്ചും ഒരു വലിയ പൂരാശംസകൾ എല്ലാവർക്കും നേരുന്നു. എങ്ങനെയുണ്ട് വൈബ് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 7-ാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ അതിൻ്റെ ആ ടെമ്പോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ അതായത് ഇനി തൃശ്ശൂർ പൂരത്തിലേക്കുള്ള ആ ജനങ്ങളുടെ വരവും ആഘോഷവും ഇങ്ങനെ തിമിർത്തുകൊണ്ടിരിക്കുകയല്ലേ. സാമ്പിൾ വെടിക്കെട്ട് തീർച്ചയായും മഴ പെയ്യുന്നുണ്ട്, അത് പെയ്തു പോവും. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട ഭരതസ്വാമിനെയൊക്കെ കണ്ട് ഞങ്ങൾ അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മഴയൊന്നും പെയ്യിക്കരുത് ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പൂജകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ പെയ്തു പോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിനുള്ള തീരുമാനം എടുത്തതായിരിക്കും എന്നാണ് തോന്നുന്നത്. തീർച്ചയായും. ശ്രീ ഗിരീഷ് കുമാർ, ഇന്നലെ ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ കണ്ടു. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്തൊക്കെയായിരുന്നു ഇന്നലത്തെ ആകാശ ദൃശ്യങ്ങൾ. അപ്പോൾ സാമ്പിൾ ഇങ്ങനെയാണെങ്കിൽ വെടിക്കെട്ട് എന്തായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയൊരു ആകാംക്ഷ. അത് ഇത്തവണത്തെ പൂരത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അസ്വാരസ്യങ്ങളെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജില്ലാ ഭരണകൂടവും എല്ലാ വിധത്തിലുള്ള ആൾക്കാരും, അതായത് മന്ത്രിമാർ തുടങ്ങിയ എല്ലാ ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഏകസ്വരത്തിലാണ് പൂരത്തിൽ ഇനി ഒരു പ്രശ്നമുണ്ടാവരുത്. അപ്പോൾ ദേവസ്വത്തിന് അതിൻ്റെ ഉത്തരവാദിത്തം കൂടി അത് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നതിനും ഏറ്റവും കൂടുതൽ ജനങ്ങളെ കാണിക്കുന്നതിനും പൂരപ്രേമികൾക്കും അതേപോലെ പൂരാസ്വാദകർക്കും എല്ലാ അർത്ഥത്തിലും അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയൊരു എന്താ പറയുക ഒരു പ്രയത്നം നമുക്ക് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അതിനു വേണ്ടി നല്ല ഹോംവർക്ക് എല്ലാ തരത്തിലും ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടും അതേപോലെ തിരുവമ്പാടിയിലെ ആനച്ചമയ പ്രദർശനവും. ഒരു 10-20 കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന അതേ വൈബിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ ആനച്ചമയ പ്രദർശനത്തിലും അതേപോലെ തന്നെ നമ്മുടെ സാമ്പിൾ വെടിക്കെട്ടിലും. സാമ്പിൾ വെടിക്കെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ശക്തൻ തമ്പുരാൻ്റെ അവരുടെ കൊട്ടാരത്തിന് മുന്നിലേക്ക് പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പൂരങ്ങളും അവിടെ വന്ന് കോവിലകത്തും വന്ന് അവിടെ അവസാനിക്കുന്ന അവിടെ ശക്തൻ തമ്പുരാനെ അവിടെ കാണുകയും അതിനുശേഷമാണ് പൂരം ആഘോഷങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ശക്തൻ തമ്പുരാനെ കണ്ട് അവിടെ അശോകേശ്വരൻ ശിവൻ ഉണ്ട്. ആ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി എല്ലാവരും വണങ്ങിയതിനു ശേഷമാണ് ഈ വെടിക്കെട്ട്, ഈ സാമ്പിൾ വെടിക്കെട്ട് എല്ലാ വർഷവും നടത്താറ്. അതിനുശേഷം പൂരത്തിൻ്റെ ഇന്ന് നെയ്തലക്കാവ് ഭഗവതി 11 മണിയോട് കൂടിയിട്ട് തെക്കേ ഗോപുര നട തുറക്കുകയും ആ തുറന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പൂരത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും ഇന്ന് തൃശ്ശൂർ പൂരപ്പറമ്പ് മുഴുവൻ 100-110 ആനകൾ നിരന്ന് നിന്ന് ഒരു എന്താ പറയുക ആഭരണങ്ങളും ഒന്നുമില്ലാതെ വളരെ ഭംഗിയായി തേച്ച് കുളിപ്പിച്ച് ഓരോരുത്തരുടെയും ആ ഭംഗി ആസ്വദിക്കാൻ, ആനകളെ ഭംഗി ആസ്വദിക്കാൻ ഇന്ന് 100 ആനകളോളം തിരുവമ്പാടിയുടെ 50 ആനകളും പാറമേക്കാവിൻ്റെ 50 ആനകളും ഇന്ന് തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിരന്ന് നിൽക്കും. അത് കാണാനുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു അവസരമാണ്. ആ സമയത്താണ് ഈ ആനകളുടെ ഫിറ്റ്നസ് നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള 100 ആനകളിൽ ഏറ്റവും പ്രഗത്ഭരായ 100 ആനകളിലാണ് നമ്മൾ ഇവരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിലും വീണ്ടും അവരുടെ ഹിസ്റ്ററിയും അവരുടെ സ്വഭാവ രീതിയും എല്ലാം തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ 15 ആനകളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ശ്രീ ഗിരീഷ് കുമാർ, നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെ നമ്മൾ ഈ വെടിക്കെട്ടിൻ്റെ കാര്യം, സാമ്പിൾ വെടിക്കെട്ടിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഈ ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടിൽ ചെറിയൊരു അപകടവും പറ്റിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടല്ലേ? ഇല്ല, അത് അപകടമല്ല. അത് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ ആ ഫിനിഷിങ്ങിൻ്റെ ആ സൈഡിൽ അവരുടെ വണ്ടിയുമായി അവിടെ സൈഡിൽ നിന്നിരുന്നു. അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അതൊരു ചെറിയൊരു കല്ലടിച്ചതാണ്, അല്ലാണ്ട്
വേറെ ഒരു അപകടമായിട്ട് കാണാൻ സാധിക്കില്ല. അത് മറ്റ് ആൾക്കാരെയല്ല, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ആ സൈഡിൽ നിന്നിരുന്നു. അതാണ് ഉണ്ടായി. അതൊരു അപകടമായിട്ട് കാണാൻ സാധിക്കില്ല. ശരി, ഓക്കെ. ശ്രീ ഗിരീഷ് കുമാർ, ഇനിയുള്ളത് ഈ വെടിക്കെട്ട്, അതുപോലെ തന്നെ ആന പരിപാലനം തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ രാത്രി എഴുന്നള്ളിപ്പടക്കമുള്ള കാര്യങ്ങളിൽ മുൻവർഷത്തേക്കാൾ കൂടുതൽ എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ? ഇല്ല, രാത്രി നമ്മൾ 8-10 ഒഫീഷ്യൽസിൻ്റെ മീറ്റിങ്ങുകൾ നമ്മൾ ഈ ചെറിയൊരു ഒരു മാസത്തിനുള്ളിൽ നമ്മൾ കൂടിയിട്ടുണ്ട്. ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 2 മണിക്ക് പൂരം തിരുവമ്പാടിയുടെ മഠത്തിൽ നിന്നുള്ള വരവ് രാത്രി 2 മണിക്ക് നാക്കിനാൽ പന്തലിലെത്തി അവസാനിച്ചതിന് ശേഷം മാത്രമേ പൂരാസ്വാദകരെയും പൂരപ്രേമികളെയും സ്വരാജ് റൗണ്ടിൽ നിന്നും വെടിക്കെട്ടിന് വേണ്ടി മാറ്റി നിർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തവണ നടക്കുകയുള്ളൂ. വേറെ ബാരിക്കേഡ് വെച്ച് കെട്ടി തടയുകയൊന്നുമില്ല. പിന്നെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് റെഡ് സോണിനും ഗ്രീൻ സോണിനും എന്ന് നിയമം അനുശാസിക്കുന്ന വിധത്തിലേക്ക് 100 മീറ്റർ അകലെ, ഫയർ ലൈനിൽ നിന്നും 100 മീറ്റർ അകലെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജില്ലാ ഭരണകൂടവും പോലീസും കൂടി ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അതിൽ ദേവസ്വത്തിൻ്റെ പങ്കും അതേപോലെ പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ജനങ്ങളുടെയും പങ്ക് ഓരോരുത്തരും അവരവർ നിർവഹിച്ചാൽ വളരെ ഭംഗിയായി ഇത്തവണത്തെ പൂരം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ശ്രീ ഗിരീഷ് കുമാർ, കഴിഞ്ഞ വർഷം നമ്മൾ ആരും വിചാരിക്കാത്ത തരത്തിൽ അപ്രതീക്ഷിതമായ ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ നടന്നു. ഈ സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്ന ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണമൊക്കെ ഇന്നലെ വന്നു. സംസ്ഥാന മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇത്തവണത്തെ ഈ പൂര നടത്തിപ്പും കാര്യങ്ങളുമൊക്കെ അവിടെ പുരോഗമിക്കുന്നതും. ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? ഈ എന്താണ് നിലവിൽ ഈ കഴിഞ്ഞ വർഷത്തെ ഒരു വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ? ഇതിപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ മാത്രമല്ല, കുറച്ച് വർഷമായി തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകളിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് കുറച്ച് ആൾക്കാരൊക്കെ അതിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു തോന്നും. അതിൻ്റെ വെളിച്ചത്തിലാണ് അതിൻ്റെ മൂർധന്യത്തിൽ കഴിഞ്ഞ കൊല്ലം എത്തി എന്നുള്ളൂ. കഴിഞ്ഞ വർഷം മാത്രമായിട്ടുണ്ടായതല്ല. കുറച്ച് വർഷമായിട്ട് തൃശ്ശൂർ പൂരത്തിന് അത് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ കമ്മിറ്റിക്കാരെയോ അല്ലെങ്കിൽ ദേവസ്വങ്ങളെയോ ഒരു തടസ്സപ്പെടുത്തുന്ന വിധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഇത്തവണ ഇപ്പോൾ നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞു. ആ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെയും പെരുമാറ്റം കണ്ടാൽ അറിയാം. അതായത് പോലീസ് വിഭാഗത്തിൻ്റെയും അതേപോലെ റവന്യൂ വിഭാഗത്തിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ ജനങ്ങളുടെയും ആ അപ്രോച്ചിൽ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പൂരമാണ്, ഇതിലെല്ലാ ആൾക്കാരും സഹകരിക്കണം, ആ സഹകരണമാണ് പൂരം വിജയമാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഓരോരുത്തർക്കും ബോധ്യം വന്നിട്ടുണ്ട്. ആ ബോധ്യമാണ് ഇന്നലെ നമ്മൾ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ കണ്ടത്. ധാരാളം ജനങ്ങൾ വന്നിട്ടും ഒരാൾക്കും ഒരസ്വാരസ്യങ്ങളില്ലാതെ വളരെ ഭംഗിയായി ഇത് ചരിത്രത്തിൽ ഇടം നേടുന്നത് വിധത്തിലേക്ക് വെടിക്കെട്ട് വളരെ ഗംഭീരമായി സാമ്പിൾ വെടിക്കെട്ട് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ ഇന്ന് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്ന ദൃശ്യം ഞാൻ കാണുന്നുണ്ട്. അത് ഏറ്റവും പ്രൗഢമായിട്ട് തന്നെയാണ്. അതിൻ്റെ കൂടെ മന്ത്രി രാജനും അതേപോലെ ബിന്ദു മന്ത്രിയും എല്ലാവരും കാണുന്നുണ്ട്. അതപ്പോൾ ജനപ്രതിനിധികളെല്ലാം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങൾ ഒപ്പം നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ദേവസ്വങ്ങളും ഈ 8 ഘടകപൂരങ്ങളും അതേപോലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വവും അത് പങ്കെടുത്ത് ഇനി 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ വലിയ ഉത്സവം അല്ലെങ്കിൽ ആ മാമാങ്കം അത് 36 മണിക്കൂറും ഈ 36 മണിക്കൂറിലും നീണ്ടു നിൽക്കുന്ന 6-7 നീണ്ടു നിൽക്കുന്ന ആ പൂരത്തിൽ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് അതിൻ്റെ പ്രൗഢമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി വളരെ ഭംഗിയായിട്ട് ഗിരീഷ് കുമാർ അങ്ങ് തുടരണം. ഇപ്പോൾ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് എറണാകുളം ശിവകുമാർ. ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ഒരു ദേശത്തിന്റെ ഒരു വർഷമായുള്ള ഒരു കാത്തിരിപ്പാണ് ഈ ഒരു ദൃശ്യം കാണാനായി. അത്രമേൽ മനവും കണ്ണും നിറയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നെയ്തലക്കാവിൽ അമ്മയുടെ തിടംപേറ്റി ഗജരാജൻ എറണാകുളം ശിവകുമാർ ഇതാ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊപ്പം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ തുടരുന്നുണ്ട്. ശ്രീ ഗിരീഷ് കുമാർ, ഒരൊറ്റ കാര്യം കൂടി, ഈ മറ്റ് പൂരങ്ങളിൽ നിന്നും തൃശ്ശൂർ പൂരത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ സസ്പെൻസുകൾ നിറയുന്നത് കൊണ്ടാണ്. കാരണം ഒന്ന് കഴിയുമ്പോൾ ഈ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പ്രീ പ്ലാൻഡ് ആണ്. ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാമെങ്കിൽ പോലും ആ കുടമാറ്റത്തിലേക്ക് എത്തുമ്പോൾ അടുത്തത് എന്താണ് എന്നുള്ളൊരു കാത്തിരിപ്പാണ് ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളെ ഇത്രത്തോളം ആവേശഭരിതരാക്കുന്നത്. ഇപ്പോൾ തിരുവമ്പാടിയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ നിറയ്ക്കുന്ന സസ്പെൻസുകൾ ഇക്കുറിയും പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ 1798 തൃശ്ശൂർ പൂരം ആദ്യമായി നടന്നത് എന്ന് പറയുന്നു. അപ്പോൾ 228ാമത്തെ പൂരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിൽ അന്ന് മുതൽ അതിനൊരു ഭംഗിയായിട്ട് അടുക്കും ചിട്ടോട് കൂടിയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂളും കാര്യങ്ങളും അന്ന് മുതൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രകാരമാണ് അത് ഓരോ ക്ഷേത്രവും അത് ആ ടൈം ഷെഡ്യൂൾ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് വരെ. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നെയ്തലക്കാവ് ഭഗവതി ആ ഗോപുരത്തിൽ നിന്നും എഴുന്നള്ളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇന്ന് 11 മണിയോട് കൂടിയിട്ട് ഏകദേശം 5 കിലോമീറ്ററോളം അവർക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. ആ നടന്ന് അവിടുത്തെ ദേശക്കാരെല്ലാവരും ഒരുമിച്ച് വന്ന് ആ വടക്കുന്നാഥൻ്റെ ഉള്ളിലോട്ട് ചെന്ന് തെക്കേ ഗോപുരം തുറക്കുന്ന ആ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഏകദേശം 11 മണിയാവും. അതെല്ലാം ആ ടൈം ഷെഡ്യൂളാണ് നടന്നിരിക്കുന്നത്. തിരുവമ്പാടിയുടെ ഈ ആനകളുടെ കാര്യം പറഞ്ഞപ്പോൾ തിരുവമ്പാടിക്ക് അതിൻ്റേതായ ഒരു അഹങ്കാരമുണ്ട്. തിരുവമ്പാടിയുടെ സ്വന്തം ചന്ദ്രശേഖരനാണ് ഈ ഭഗവതിയുടെയും ഭഗവാന്റെ ആ തിടംപേറ്റുന്നത്. തിരുവമ്പാടിയുടെ ഒരു 50 വർഷക്കാലം തിരുവമ്പാടിയുടെ സ്വന്തം ആനകളാണ്. വലിയ ചന്ദ്രശേഖരനും വലിയ ചന്ദ്രശേഖരൻ ചെരിഞ്ഞതിന് ശേഷം ശിവസുന്ദറാനയും ചെരിഞ്ഞതിന് ശേഷം ഇപ്പോൾ 7 വർഷമായിട്ട് ചെറിയ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ തിരുവമ്പാടിയുടെ ആനകൾ മാത്രമാണ്. അത് മറ്റ് ക്ഷേത്രങ്ങളിൽ ആർക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യമാണ്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ആനകളും അതിൻ്റെ ഭംഗിയിലും അഴകിലും അതേപോലെ തന്നെ സ്വഭാവത്തിലും ഒക്കെ ഒത്തു നിൽക്കുന്ന ഈ 3 ആനകളാണ് തിരുവമ്പാടിയുടെ 50 തീർച്ചയായും ശ്രീ ഗിരീഷ് കുമാർ, ഇനിയിപ്പോ ആ കാഴ്ചകൾ കാണാനുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ. അങ്ങയോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഇന്ന് അങ്ങയെ സംബന്ധിച്ച് വളരെയധികം തിരക്കുള്ള ഒരു ദിവസമാണ്. പക്ഷേ ആ തിരക്കിനിടയിലും നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ഇത്രയും സമയം ഇരുന്നതിന് ഒത്തിരി സന്തോഷം. അങ്ങയ്ക്ക് ഒരിക്കൽ കൂടി പൂരാശംസകൾ നേരുന്നു. ഒപ്പം നല്ലൊരു ദിവസവും വലിയൊരു പൂരാശംസ നേരുന്നു. അതിൻ്റെ കൂടെ 7-ാം തീയതി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വത്തിലുള്ള ഈ പൂരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പൂരക്കഞ്ഞി വിതരണമുണ്ട്. ആ പൂരക്കഞ്ഞി തിരുവമ്പാടിയുടെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് നൽകുന്നത്. അപ്പോൾ ആ പൂരക്കഞ്ഞി കഴിച്ച് വേണം എല്ലാവരും പൂരം അവസാനിപ്പിക്കാൻ. എല്ലാവരും ആ പൂരക്കഞ്ഞി കഴിക്കുന്നതിനും കൗസ്തുഭം ഓഡിറ്റോറിയത്തിലേക്ക് എത്തണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. വീണ്ടും എല്ലാവർക്കും വലിയൊരു പൂരാശംസകൾ നൽകുന്നു. താങ്ക് യു. ഓക്കെ, ശരി, വളരെയധികം നന്ദി ശ്രീ ഗിരീഷ് കുമാർ.